തിമോഥെയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 13-14 വാക്യങ്ങളോട് നമുക്കൊന്ന് വായിക്കാം. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം. വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ച് ഞാൻ വരുവോളം എന്തൊക്കെയാ? വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ച നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, നിന്നിൽ പകർന്ന കൃപാവരം ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. യേശുവിനെ സ്വീകരിച്ച ഒരാൾക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഒരാൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാൽ ആ അഭിഷേകത്തിനകത്ത് സകല കൃപാവരവും ഉണ്ട്. എന്തുണ്ട്? സകല. അല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നിന്നെ പിടിച്ചൊന്ന് കുലുക്കിയ ഒരു വരം തരുവല്ല. നിന്നെ അഭിഷേകത്താൽ നിറച്ചപ്പോൾ തന്നെ എല്ലാ വരവും എന്തിനകത്തുണ്ട്? ആ വരം ജ്വലിപ്പിക്കണം. ആ വരം എന്ത് ചെയ്യണം? അത് ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. കുറേ നാൾ കൊണ്ട് നീ ഉപേക്ഷയായി വിചാരിച്ച് ആത്മീയ ജീവിതം കെയർലെസ് ആയിട്ട് നാം നയിക്കേണ്ട നീ അതിന് വലിയ സ്ഥാനം കൊടുക്കാതെ തള്ളിക്കളഞ്ഞെങ്കിൽ ഇന്ന് ദൈവം പറയുകയാണ്, ആ കൃപാവരം ജ്വലിപ്പിക്കണം. ഒരാമയും വരുന്നില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മേൽ ആത്മാവിൻ്റെ തീയോ നാളി കത്തണം. നിനക്ക് ദൈവം സ്വപ്നങ്ങൾ തരട്ടെ, നിനക്ക് ദൈവം വെളിപ്പാടുകൾ തരട്ടെ, നിനക്ക് ദൈവം കൃപാവരങ്ങൾ തരട്ടെ. ഈ സഭയുടെ അന്തരീക്ഷം മാറുന്നത് ഞാൻ കാണുകയാ, നിന്റെ വീടിൻ്റെ അന്തരീക്ഷം മാറുന്നത് ഞാൻ കാണുകയാ. ട്രൈനസ് ആയ നിന്റെ സ്പിരിച്വൽ ലൈഫിനകത്ത് ഇതാ ഒരു കൃപാവരത്തിൻ്റെ പകർച്ച. കർത്താവേ, എനിക്ക് പുതിയ കൃപ തരണേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഈ വരമുള്ള ആളിൻ്റെ അടുക്കലൊക്കെ നമ്മൾ നിൽക്കുമ്പം, ഈ കൈ ഓർത്തൊക്കെ പ്രാർത്ഥിക്കുമ്പം, നമ്മളൊന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നോട് സംസാരിക്കുന്നില്ല, ഈ വരമുള്ള ഒരു പുള്ളി അതിനൊക്കെ നിൽപ്പുണ്ട്, പുള്ളിയോട് ഒന്ന് സംസാരിക്കണേ. ആ പുള്ളിയാണെങ്കിൽ തെക്കോട്ട് നോക്കി വടക്കോട്ട് നോക്കി ഫോണും കളിച്ചു നടക്കുക. സ്തോത്രം. ദൈവം കൃപാവരം കൊടുത്താൽ വളരെ മിണ്ടുന്നില്ലല്ലോ, മിണ്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുക, വരം പ്രാപിച്ചാൽ പോരാ, അതെന്ത് ചെയ്യണം? പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഞാൻ എപ്പോഴും ഒരു കാര്യം നിങ്ങളോട് പറയാം, നമ്മളെ ഈ കൃപാവരത്തിൽ നിന്ന് തകർത്ത് കളയുന്ന ഒത്തിരി സ്പിരിറ്റുകളുണ്ട്. അതൊന്നും നമ്മളെ തകർക്കരുത്. നിങ്ങളുടെ ശുശ്രൂഷ കത്തി നിന്ന പലരും ഇപ്പം ഇല്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ശുശ്രൂഷയിലൊരു തീയാണെങ്കിൽ ആര് നിന്നെ തകർക്കാൻ വന്നാലും തകർക്കാൻ വരുന്നവൻ തകരുകയുള്ളൂ. നിങ്ങൾ തകരുകയല്ല. കാരണം എന്താ? നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ ലൈഫിലേക്ക് ആർക്ക് വേണേലും വരാം, പക്ഷേ നമ്മളിട്ട അതിരിന് ഇപ്പുറത്തോട്ട് ഒരാളും കയറാൻ സമ്മതിക്കരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു സ്പിരിച്വൽ ഫീൽഡാണ്. എല്ലാവർക്കും കളിക്കാൻ പറ്റിയ കളിക്കളമല്ലിത്. ഇത് കളിക്കളമല്ലിത്, പോർക്കളവാ. ഇതിനകത്ത് കൃപാവരങ്ങളുടെ ജ്വലനങ്ങളുണ്ട്.